അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ചിലപ്പോഴൊക്കെ ചില അടികൾ, ചില വല്ലാത്ത പ്രതിസന്ധികൾ നമ്മളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണ് കഴിയുക. ഒരു ആണി മഴുവിനോട് സങ്കടം പറഞ്ഞു, നീ എന്നെ നല്ലോണം അടിക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല വേദന ഉണ്ട്. ആ വേദന ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നീ എന്നെ എന്തിനാണ് ഇങ്ങനെ അടിക്കുന്നത്? മരത്തിലൊക്കെ വെച്ചിട്ട് അടിച്ച് താഴ്ത്തുകയാണ്. ഈ അടി ഓരോന്നും എൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ എനിക്കുണ്ടാകുന്ന വേദന വലുതാണ്. അപ്പോൾ മഴു പറഞ്ഞു, ശരിയാണ്, നിനക്ക് വേദന ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത് ചെയ്തില്ലെങ്കിൽ നീ മുന്നോട്ട് ചലിക്കൂല. എൻ്റെ അടി കാരണത്താലാണ് നീ മുന്നോട്ട് കയറുന്നത്. നീ ആ മരം തുളച്ച് ചുമര് തുളച്ച് ഉള്ളിലേക്ക് പോകുന്നത് നിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത്. നീ മുന്നോട്ടുള്ള ഗമനത്തിനുള്ള വഴിയൊരുക്കുന്നത് ഞാൻ അടിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ ചില അടികൾ, ചില പ്രയാസങ്ങൾ, ചില വഷളത്തരങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കും. അത് നമ്മുടെ പുതിയ ജീവിതത്തിനുള്ള വലിയൊരു മോട്ടിവേഷനായിട്ട് കാണാൻ കഴിയണം. പ്രശ്നം വരുമ്പോൾ പടച്ചോനെ പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞ് തളരല്ല വേണ്ടത്. പ്രയാസം വരുമ്പോൾ നമ്മൾ കുടുങ്ങിപ്പോയല്ലോ എന്ന് വിചാരിച്ച് വിഷമമല്ല വേണ്ടത്. കടം വന്നിട്ട് വല്ലാതെ അങ്ങ് തലയിൽ കയറുമ്പോൾ ഇനി എന്താ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ട് ബേജാറായിട്ട് ഇരിക്കുകയല്ല വേണ്ടത്. അതിനെ അതിജീവിക്കാനുള്ളൊരു മനക്കരുത്ത് നമുക്കുണ്ടാവുക. എല്ലാം ശരിയാകും. ലാ തഖ്നതു മിൻ റഹ്മത്തില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയാൻ പാടില്ല. രക്ഷപ്പെടും, ഞാൻ കഴിച്ചിലാകും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ അതിനെ നേരിട്ട് കൊണ്ട് പോകാൻ കഴിയണം. ചില അടികളൊക്കെ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ നമുക്കെന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അതെൻ്റെ ജീവിതത്തിന് പുതുതായി ചിന്തിക്കാനും എൻ്റെ ജീവിതത്തിന് നല്ലൊരു പ്രയാണം ഉണ്ടാക്കി തീർക്കാനുമുള്ള മാർഗമാണെന്ന് ചിന്തിക്കണം. നമ്മളിങ്ങനെ പോകുമ്പോഴേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. പോകാതൊരു പാത്തിരുന്നാൽ ഒന്നും നടക്കൂല. കോണിൻ്റെ ചോട്ട് നിന്നിട്ട് എനിക്ക് മേലെത്തണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. ഓരോ സ്റ്റെപ്പും കയറണം. ചിലപ്പോൾ കാല് വേദന ഉണ്ടാകും, ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും. വിഷമിക്കണ്ട, കയറണം. അങ്ങനെ ഓരോ സ്റ്റെപ്പും കയറിയാലേ നമുക്ക് മേലെത്താൻ പറ്റുള്ളൂ. താഴെ നിന്ന് മേലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് എനിക്ക് മേലേക്കെത്തണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. അധ്വാനിക്കണം, നമ്മൾ ശ്രമിക്കണം. വിജയത്തിൻ്റെ വഴികൾ എന്താണെന്ന് നമ്മൾ കാണണം. മൻ ജദ്ദ വജദ. പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം. ആ പരിശ്രമത്തിലേക്കുള്ള മാർഗം നമ്മൾ കാണണം. പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മനസ്സിലൊതുക്കിയിട്ട് ടെൻഷനായിട്ട് തലച്ചോറിലേക്ക് വല്ലാതെ കയറ്റി നടക്കരുത്. കാരണം എല്ലാം അല്ലാഹുത്തആല നമുക്ക് രണ്ട് ചെവി തന്നിട്ടുണ്ടല്ലോ. നമ്മളെ ആക്ഷേപിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരൊക്കെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ ആക്ഷേപിക്കുന്നവരൊക്കെ ഇതിലൂടെ അങ്ങനെ കേട്ടിട്ട് ഇതിലൂടെ അങ്ങ് വിടണം. ആവശ്യമുള്ളത് മാത്രം സ്റ്റോർ ചെയ്യുക. നമ്മൾ ഫോണിൽ ആവശ്യമുള്ളതേ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ എന്ന പോലെ നമ്മുടെ മൈൻഡിലും ആവശ്യമുള്ളത് മാത്രം സ്റ്റോർ ചെയ്യുക. ആവശ്യമില്ലാത്തത് അൺവാണ്ടഡ് ഒഴിവാക്കുക. ഇതിലൂടെ വിട്ടിട്ട് ഇതിലൂടെ അങ്ങ് വിടുക. അത് മൈൻഡിലേക്ക് കയറുമ്പോഴാണ് ആവശ്യമില്ലാത്ത പലതും നമ്മുടെ മൈൻഡിലേക്ക് കയറ്റി സ്റ്റോർ ചെയ്യുമ്പോഴാണ് നമുക്ക് പിരി കയറുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, സങ്കടങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യും? എല്ലാവരുടെയിലും ഞാൻ ഒറ്റപ്പെട്ടല്ലോ, ഞാൻ വെറുക്കപ്പെട്ടല്ലോ എന്ന നിലക്ക് നമ്മൾ തന്നെ നമ്മളെ ചിന്തിക്കുകയാണ്. ആ വെറുക്കപ്പെട്ടവരുടെ മുന്നിൽ അഭിമാനത്തോടെ പിടിച്ചു നിൽക്കാൻ കഴിയണം. നമ്മളെ ആക്ഷേപിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും മുന്നിൽ ഇതടാ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവരെ മുന്നിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ നമ്മൾ പഠിക്കണം. അതല്ലേ ജീവിതം. ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണ്. ലേണിംഗ് ഇൻഫർമേഷൻ. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പഠിച്ച് ഉയരണം. അങ്ങനെ പഠിച്ചുയരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നല്ലൊരു ജീവിതം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. തളരൽ എന്ന് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് തളർന്നു പോവുക, ടെൻഷനാവുക, ആകെ പ്രയാസപ്പെടുക, അതിൻ്റെ പേരിൽ പ്രഷർ കയറുക, രോഗമാകുക, ഇതൊക്കെ നമ്മൾ മാറ്റണം. അതൊന്നും നമുക്ക് പറ്റിയതല്ല. അതൊക്കെ മാറ്റിയെടുത്തിട്ട് നല്ലൊരവസ്ഥയിലേക്ക്, നല്ലൊരു മേൽ സൈക്കോളജി ഉണ്ട്.
എല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഒരു കാലത്ത് നമ്മുടെ അടുത്തേക്ക് വരും എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക. ആക്ഷേപിക്കുന്നവരൊക്കെ വരും, പണം ഉണ്ടെങ്കിലേ എല്ലാവരും വരൂ എന്നൊക്കെയുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.